കർഷകരെ വഞ്ചിച്ച പിണറായി സർക്കാർ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉപവാസ സമരം നടത്തി. പാലക്കാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ഉപവാസ സമരം മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് ഐക്യദാർഢ്യവുമായി പാളത്തൊപ്പി അണിഞ്ഞാണ് നേതാക്കൾ സമരത്തിൽ അണിനിരുന്നത്. DCC പ്രസിഡന്റ് തങ്കപ്പനാണ് ഉപവാസ സമരമിരുന്നത്. ഉൽപാദന ചെലവിന്റെ പകുതി പോലും ലാഭം കിട്ടാത്ത കർഷകരെ നെല്ല് സംഭരിച്ച വകയിൽ 4 പോലും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പറഞ്ഞു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് സർക്കാർ വിരുദ്ധ വികാരമാണ്. കയ്യിലുള്ള വാർഡുകൾ പോയിട്ടും സർക്കാർ പാഠം പഠിക്കുന്നില്ല. സർക്കാരിനെ വിലയിരുത്താൻ CPM ഏരിയ സമ്മേളനങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ തന്നെ ധാരാളമാണ്. ഞാനാണ് എല്ലാം എന്ന രീതിയിലാണ് പിണറായി വിജയൻ മുന്നോട്ടു പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നീലട്രോളി ബാഗിൽ ഉപഹാരം നൽകിയ സ്പീക്കറെ വരെ പിണറായിക്ക് സംശയമാണ്. മന്ത്രിമാർക്ക് സ്വന്തം വകുപ്പിന്റെ ചുമതലകളെക്കുറിച്ച് പോലും ധാരണയില്ല. സീപ്ലെയിനും സിൽവർ ലൈനും നിർത്തിവെച്ച് കർഷകരുടെ സബ്സിഡി വിഷയത്തിൽ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഏറ്റവും വലിയ കർഷക പ്രമാണി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. ഈ ജില്ലക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ നല്ലൊരു കൃഷിക്കാരനാണെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം കൃഷിക്ക് കൊടുത്തൊരു സംഭാവനയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റിന് 16 പൈസ കൂട്ടും. 16 പൈസ കൂട്ടുമ്പോൾ അത് കർഷകനെ ബാധിക്കില്ലേ? മോട്ടറടിക്കാനൊക്കെ എന്ത് ചെയ്യും? മോട്ടറടിക്കാൻ വൈദ്യുതി വേണം, അതുപോലെ തന്നെ നനയ്ക്കാൻ വെള്ളവും വേണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കാൻ പോവുക. ADB ആയിട്ട് ചർച്ച നടക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ ഒക്കെ ADBയുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാൻ പോകും. അപ്പോൾ സ്വകാര്യ കമ്പനി നമ്മുടെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ഇവിടെ വന്നു ചേർന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെള്ളത്തിനും തീവല, വൈദ്യുതിക്കും തീവല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല, മന്ത്രി ഒരു പുതിയ പ്രഖ്യാപനം കൂടെ ഇതിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴും 16 പൈസ കൂട്ടുന്നു, ഏപ്രിൽ മാസത്തിൽ 12 പൈസ കൂടെ കൂട്ടാൻ പോകും. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സമരങ്ങളും ഇപ്പോൾ പുറത്തെടുക്കണ്ട, ബാക്കി സമരം ചെയ്യാൻ ഏപ്രിലും കൂടെ സമയം കരുതിക്കൊണ്ട് വേണം സമരം ആവിഷ്കരിക്കാമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ കണ്ടുപിടുത്തം. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ അധ്യക്ഷനായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, മുൻ MP VS വിജയരാഘവൻ, മുൻ MLA KA ചന്ദ്രൻ, CP മുഹമ്മദ്, രമ്യ ഹരിദാസ്, CV ബാലചന്ദ്രൻ, P ബാലഗോപാൽ, PV രാജേഷ്, P ഹരിഗോവിന്ദൻ, മറ്റു നേതാക്കൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകരും കർഷക തൊഴിലാളികളും വിവിധ കർഷക സംഘടനാ ഭാരവാഹികളും സമരത്തിന് പിന്തുണയുമായി എത്തി. UTV ന്യൂസ്, പാലക്കാട്.